ആദ്യം തന്നെ ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചൻ നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്ക അമേരിക്കൻ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ ഇച്ചിരി ഹണി എടുത്ത് ഈ അമേരിക്കൻ പാൻ കേക്കിൻ്റെ മുകളിലേക്ക് എടുക്കുക. ഇതിന് അമേരിക്കൻ പാൻ കേക്ക് എന്ന് പറയും, അല്ല പാൻ കേക്ക് എന്ന് പറയും. ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. വൈകുന്നേരം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ചങ്ങാതി പിള്ളേർ നല്ല കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അതുപോലെ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒരു 1/2 കിലോ മൈദ, 2 മുട്ട, ശേഷം തിളപ്പിച്ചാറ്റിയ പാല്, പഞ്ചസാര, ബട്ടർ, വാനില എസൻസ്, ഇച്ചിരി ഓയിൽ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ. ഇത്ര സാധനമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ശേഷം ഇതുപോലെ പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കാരണവശാലും മറക്കില്ല. ലൈക്കല്ലേ നമ്മുടെ എല്ലാം. കണ്ണടച്ചങ്ങ് ലൈക്ക് ചെയ്തു ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോയും കൂടെ ചെയ്തേക്കണം ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹമല്ല നമുക്കെല്ലാം. അപ്പോൾ 2 മുട്ട എടുത്ത് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ച ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഇടുന്നൊരു 3-3.5 സ്പൂണാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് അങ്ങ് വാരി വിതറിക്കും. ഒന്നും നോക്കണം, കണ്ണടച്ചിട്ടു. ശേഷം ഒരു ലേശം വാനില എസൻസ് ഇട്ടാൽ മതി. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആ വാനില എസൻസിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വിസ്ക് കറക്കി പിടിച്ച ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. അടിച്ചങ്ങ് പതപ്പിച്ചോ. വിസ്ക് വെച്ചോ. ഇപ്പോൾ വീട്ടിൽ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചാലും ചെയ്താലും ഒരു കുഴപ്പമില്ല. നല്ലോണം ആ പഞ്ചസാരയും വാനില എസൻസും പാലും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല കലക്കി ഒരു രൂപത്തിൽ അങ്ങ് എടുത്തു. ശേഷം മൈദ എടുത്ത് നല്ല സ്റ്റൈലായിട്ടൊരു മറിക്കുക. മറിച്ച ശേഷം അതേപോലെ തന്നെ വിസ്ക് വെച്ച് നല്ലോണം അങ്ങ് കലക്കിക്കും. നല്ല കട്ടയ്ക്ക് കലക്കിക്കുക. കാരണം അതിൻ്റെ അകത്ത് ഒരു തരി പോലും ഉണ്ടാവില്ല. നല്ലോണം അടിച്ചങ്ങ് പതപ്പിക്കുക. ഇതുപോലെ വിസ്ക് വെച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ കിട്ടുന്ന രൂപത്തിൽ വരെ എടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചാലും ഒരു കുഴപ്പമില്ല. ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക. ആവശ്യത്തിന് ബേക്കിംഗ് പൗഡർ ഇട്ടില്ല, ലേശം ബേക്കിംഗ് പൗഡർ, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെയും നല്ലോണം മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡർ ഇടാൻ കാരണം എന്നാലേ ഇവൻ നല്ല ഫ്ലഫി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് ലേശം ബേക്കിംഗ് പൗഡർ ഇടാൻ പറയുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു 1/2 മണിക്കൂർ അങ്ങ് വെച്ചേക്കാം. ശേഷം ആ സമയത്ത് ഇതുപോലെ തീ പിടിപ്പിക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. നോൺ സ്റ്റിക്ക് പാൻ ചൂടായി കഴിയുമ്പോഴേക്ക് ലൈറ്റായിട്ട് ബട്ടർ അങ്ങ് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു ലൈറ്റായിട്ട് ഫെർമെൻ്റ് ആയിട്ട് നിൽക്കണം. ബാറ്റർ ഇങ്ങനെ ലാഡിൽ ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. തീ കറക്റ്റ് ആയിക്കണം. ചൂട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ബബിൾസ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ മറിച്ച് ചെയ്യുമ്പോൾ ഈ കളറിലൊക്കെ ആയി കിട്ടും. ഇത് കളറിലാകുമ്പോഴാണ് പാൻ കേക്ക് കറക്റ്റ് പാൻ കേക്ക് രൂപത്തിലായി കിടക്കുന്നത്. അതുപോലെ ഓരോന്നും ഇങ്ങനെ ചെറിയ ലാഡിലെടുത്ത് ഇതുപോലെ മറിക്കുക. മറിച്ച ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബാറ്റർ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഫെർമെൻറ്റിങ് വെക്കണം. ശേഷം നമ്മളിത് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലിടുമ്പോൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം. ഇതുപോലെ ബബിൾസ് വരണം. ബബിൾസ് വരുമ്പോൾ വേണം നമ്മൾ ഇവനെ തിരിച്ചിടാൻ വേണ്ടി. തിരിച്ചിടുമ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ ഇങ്ങനെ വരും. ആ കളറാണെന്നാണ് ഇതിൻ്റെ കറക്റ്റ് രൂപം. എന്നിട്ട് നല്ല സോഫ്റ്റി ആയിട്ട് ഫ്ലഫി ആയിട്ട് ഈ സാധനം കിട്ടും. ഇതുപോലെ ഓരോന്നുണ്ടാക്കി ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തോ. ഇത് കാണാൻ തന്നെ നല്ല അഴകല്ലേ. പിന്നെ ഒരു സ്മെല്ല് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാൻ കേക്കിനാണ്. ഇതിൻ്റെ സ്പെഷ്യൽ പേരെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാൻ കേക്ക് എന്നാണ്. നിങ്ങൾക്ക് വേണേൽ പാൻ കേക്ക് എന്ന് പറയാം. എന്ത് വേണേൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട്. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് ലെയറായിട്ടങ്ങ് സെറ്റ് ചെയ്യാം. ചില ഇംഗ്ലീഷ് കുക്കിങ്ങിലൊക്കെ കാണുന്ന പോലെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് നല്ല തേനങ്ങ് ഒഴിക്കുക. ഇതുപോലെ തേൻ ഒഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ വായിലിപ്പോൾ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല. ഇത് കാണുമ്പോൾ തന്നെ കൊതി പോകും. കൊതിയല്ല, കിളി പോകും നമ്മുടെയൊക്കെ. എന്നിട്ട് ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പീസ് അങ്ങ് എടുക്കുക. ഇങ്ങനെ പഞ്ഞി പോലെ ഈ സാധനം കിട്ടും പാൻ കേക്ക്. എന്നിട്ട് ഈ പാൻ കേക്ക് ആ തേനയിലും കൂടെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു പിടുത്തങ്ങ് പിടിക്കാൻ ചങ്ങാതി വായിലേക്ക് വെച്ചുമ്പോൾ ഈ സംഭവം ഇങ്ങനെ അലുത്തിറങ്ങാൻ നമുക്ക് കാണാൻ പറ്റും. ആ തേൻ്റെ രുചിയും പാൻ കേക്കിൻ്റെ രുചിയും കൂടെ വന്ന് നമ്മുടെ അങ്ങ് അലുത്തലുത്തൊരു എന്നാ പറയുക, പഞ്ഞിക്കെട്ട് അലുത്തിറങ്ങുന്ന പോലെ അങ്ങ് സംഭവം ഇറങ്ങുന്നത്. ഒരു രക്ഷയില്ല. ഇത് ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഒരു കാരണവശാലും മറക്കരുത്. കണ്ണടച്ച് പിടിക്കും.